വടക്കൻ വിധി ഫലസൂചനകൾ അല്പസമയത്തിനുള്ളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 49 മിനിറ്റ്. കേവലം 10 മിനിറ്റിനുള്ളിൽ തന്നെ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിത്തുടങ്ങും. ഹരിയാനയിലെ കൗണ്ടിംഗ് കേന്ദ്രത്തിൽ നിന്ന് PR സുനിലും ജമ്മു കാശ്മീരിൽ ശ്രീനഗറിലെ കൗണ്ടിംഗ് കേന്ദ്രത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ആദിൽ പാലോടും ഡൽഹിയിൽ നിന്ന് AICC ആസ്ഥാനത്തെയും BJP-യിലെയും തിരക്കിട്ട നീക്കങ്ങളുടെ വിവരങ്ങളുമായി നോബിൾ മാരിക്കാരനും തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരും. ഏറ്റവും നിർണായകമായത് കൗണ്ടിംഗ് കേന്ദ്രങ്ങളിൽ അല്പസമയത്തിനുള്ളിൽ ഫലസൂചനകൾ വരുമ്പോൾ ഹരിയാനയിൽ BJP അടിപതറുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ. ആ എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിവെച്ചുകൊണ്ട് BJP ഹരിയാനയിൽ അടിപതറുമോ? ജമ്മു കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് വന്നതിന് ശേഷം ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി നഷ്ടപ്പെട്ടതിന് ശേഷം 10 വർഷത്തിന് ശേഷം ജമ്മു കാശ്മീരിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഫറൻസ് സഖ്യം അധികാരത്തിലെത്തിയാൽ അത് BJP-യിൽ മോദിയുടെ പ്രഭാവത്തിന് ഏറ്റമങ്ങലായി കണക്കാക്കപ്പെടുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. സ്മൃതി, ഏറ്റവും നിർണായകമായ ചോദ്യവും അത് തന്നെയാണ്. മോദിയുടെ പ്രഭാവം കത്തുന്ന 2014 ഹരിയാനയിൽ 47 സീറ്റുകളുമായിട്ടാണ് മനോഹർലാൽ ഖട്ടർ അധികാരത്തിൽ വരുന്നത്. മോദിയുടെ പ്രഭാവം മങ്ങുന്ന 2019 7 സീറ്റുകൾ നഷ്ടപ്പെട്ട് കേവല ഭൂരിപക്ഷം തികയ്ക്കാൻ കഴിയാതെയാണ് മനോഹർലാൽ ഖട്ടർ തുടരുന്നത്. എന്നാൽ 2024 മാർച്ച് ആകുമ്പോഴേക്കും മനോഹർലാൽ ഖട്ടറിനുള്ള പിന്തുണ JJP പിൻവലിക്കുന്നു. ഇപ്പോൾ മൈനോറിറ്റി സർക്കാരാണ് നയബ് സിംഗ് സൈനി സർക്കാർ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെയാണ്? 5. അതായത് മോദി പ്രഭാവം കുറയുന്ന സാഹചര്യത്തിൽ മനോഹർലാൽ ഖട്ടർ 2019 തന്നെ പിന്തുണ നഷ്ടപ്പെടുന്ന ഘട്ടത്തിൽ 2024 ആകുമ്പോഴേക്കും അത് ഭൂപീന്ദർ സെയ്ഹുഡയ്ക്ക് അനുകൂലമായ, കുമാരി സെൽജയ്ക്ക് അനുകൂലമായ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അനുകൂലമായ വിധിയെഴുത്തായി മാറുകയാണെങ്കിൽ അത് BJP-യുടെ ശക്തമായിട്ടുള്ള വാണിംഗാണ്. ജയറാം രമേശ് പറയുന്നത് പോലെ 3 പ്രധാനപ്പെട്ട മുന്നറിയിപ്പുകളിൽ രണ്ടാമത്തെ ശ്രദ്ധേയമായ മുന്നറിയിപ്പായി മാറാൻ പോകുന്നു ഹരിയാനയുടെയും ജമ്മു കാശ്മീരിന്റെയും ഫലസൂചന. കുമാരി സെൽജ തർക്കത്തിൽ മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ചൊരു തർക്കം നടന്നു കേൾക്കുന്നു. ഇപ്പോൾ ഉപമുഖ്യമന്ത്രി സ്ഥാനം കുമാരി സെൽജയ്ക്ക് നൽകിക്കൊണ്ട് പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമം നടക്കും. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഫേസ് എന്ന നിലയിൽ നമ്മുടെ ഭൂപേന്ദ്ര ഹൂഡയെ കോൺഗ്രസ് അവതരിപ്പിച്ചിരുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മൂന്നാം ഊഴമാണ്. അപ്പൊ നോക്കൂ, കുമാരി സെൽജ അവിടെ ശക്തമായിട്ടുള്ള ദളിത് സ്ത്രീമുഖമായിട്ട് തുടരുമ്പോഴും കുമാരി സെൽജയെയോ രൺദീപ് സുർജേവാലയോ ഭൂപേന്ദ്ര ഹൂഡയോ കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാതെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നേരിട്ടിരിക്കുന്നത്. അത് വിജയം കണ്ടു എന്ന് വേണം കണക്കാക്കാൻ. പക്ഷേ ഹൂഡ പറയുന്നതനുസരിച്ചാണ് സ്ഥാനാർത്ഥി നിർണയം പോലും നടന്നിരിക്കുന്നത്. പൂർണ്ണമായും ഹൂഡയുടെ നിയന്ത്രണത്തിലും കാർമ്മികത്വത്തിലുമാണ് കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. പക്ഷേ നോക്കൂ, 20% ഉണ്ട് ഹരിയാനയിലെ ദളിത് വോട്ട് സാന്നിധ്യം. 20%. 27% ജാട്ട് സാന്നിധ്യം. കഴിഞ്ഞ തവണ ദളിത് വോട്ടുകൾ കൂടുതൽ കിട്ടിയത് BJP-ക്കാണ്. നോക്കൂ, ഇത്തവണ ആ ദളിത് വോട്ടുകൾ കുമാരി സെൽജയുടെ ദളിത് ഫേസ് കൊണ്ട് തന്നെ BJP-യിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. റിസർവേഷൻ ഉണ്ട്. അശോക് തൻവാറിന്റെ സാന്നിധ്യം അതൊരു നാടകീയമായ തിരിച്ചുവരവ് കൂടിയായിരുന്നു. സുനിലുണ്ടെങ്കിൽ സുനിൽ, ഇപ്പോൾ അശോക് തൻവാർ രാവിലെ അമിത്ഷായുടെ റാലിയിൽ പങ്കെടുക്കുന്നു, വൈകിട്ട് രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിലേക്ക് എത്തുന്നു. എന്താണോ BJP എടുത്തിരുന്ന തന്ത്രം അത് തിരിച്ച് പ്രയോഗിക്കുന്നു. അത് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. അശോക് തൻവാറിന്റെ വരവ് എത്രത്തോളം ദളിത് വോട്ടുകൾ നേടിക്കൊടുക്കും? അത് ഏത് തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും? ആയാറാം ഗയാറാം കഥ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. അശോക് തൻവാർ ഒരു അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുത്ത യോഗത്തിൽ പങ്കെടുത്ത് BJP-ക്ക് വേണ്ടി വോട്ട് തേടിയതിന് തൊട്ട് പിന്നാലെയാണ് 2 മണിക്കൂറിനപ്പുറം രാഹുൽ ഗാന്ധിയുടെ ഒരു റാലി വേദിയിലേക്ക് കടന്നു വരികയും കോൺഗ്രസിന്റെ ഭാഗമായി ചേരുകയും ഒക്കെ ചെയ്തത്. പക്ഷേ അശോക് തൻവാറിന്റെ ഒരു സ്വാധീനം ഏതായാലും കോൺഗ്രസിന് ഇത്തവണ വലിയൊരു മാറ്റമുണ്ടാക്കി, വലിയ ഗുണം ചെയ്തു എന്നൊന്നും വിലയിരുത്താൻ കഴിയുകയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഭൂപേന്ദ്ര സിംഗ് ഹൂഡ തന്നെയാണ് ഹീറോ. ഒപ്പം ഷെൽജയുടെ സ്വാധീനവും ഒരുപക്ഷെ ദളിത് വോട്ടുകളിൽ വലിയൊരു വിഭാഗം കോൺഗ്രസിലേക്ക് എത്താൻ സഹായിച്ചിട്ടുണ്ടാകും. ഏതായാലും ഹൂഡ തന്നെയാണ് ഹീറോ, ഹൂഡ തന്നെയായിരുന്നു ക്യാപ്റ്റൻ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദളിത് വോട്ടുകളിൽ, ആകെയുള്ള ദളിത് വോട്ടുകളിൽ ഏതാണ്ട് 50-54% വോട്ട് കോൺഗ്രസിലേക്ക് എത്തിയതാണ്. അപ്പോൾ മുതലാണ് സ്വാഭാവികമായും ഷെൽജ കൂടി കൂടുതൽ പവർഫുൾ ആകുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പ് ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരു ആവശ്യം ഷെൽജ മുന്നോട്ട് വെക്കാനുള്ള ഒരു സാധ്യതയും, അല്ലെങ്കിൽ അങ്ങനെ ഷെൽജ ഒരു നീക്കം നടത്താൻ ശ്രമം തുടങ്ങിയതും അതുകൊണ്ട് തന്നെയാകണം. ഏതായാലും ഈ വോട്ടുകളെല്ലാം ഒന്നിച്ചു കൊണ്ടുവരാൻ ഒരു നേതാവ് ഉണ്ടെങ്കിൽ അത് ഭൂപേന്ദ്ര സിംഗ് ഹൂഡ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഹരിയാന തെരഞ്ഞെടുപ്പിനെ കൗതുകരമാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് ഈ റിബലുകളുടെ ഒരു സാന്നിധ്യമാണ്. നോക്കൂ, ഇപ്പൊ നമ്മുടെ BJP എടുക്കുകയാണ് എങ്കിൽ ഏതാണ്ട് 12ഓളം വിമതരെ, ഏറ്റവും പ്രമുഖരായ നേതാക്കളെ അവർക്ക് ആ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു മുൻ മന്ത്രി അടക്കം, ഒരു മന്ത്രി അടക്കം, ഒരു MLA അടക്കം 6 പ്രധാനപ്പെട്ട ആളുകളെയാണ് BJP അടുത്തിടെ എക്സ്പെൽ ചെയ്തത് പാർട്ടിയിൽ നിന്ന്. ഇപ്പോൾ രഞ്ജിത്ത് സിംഗ് എന്ന് പറയുന്ന അവരുടെ പവർ മിനിസ്റ്ററിനെ, അവരുടെ സിറ്റിംഗ് MLA മാരെ, അതുപോലെ തന്നെ പാർട്ടി വൈസ് പ്രസിഡന്റിനെ, പാർട്ടി വക്താവ്
ഗുപ്താവിനെയൊക്കെയാണ് BJP പോലൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഹരിയാനയിൽ പുറത്താക്കേണ്ടി വന്നത്. ഒട്ടും മോശമായിരുന്നില്ല കോൺഗ്രസിലും വലിയ വിമത പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അവരത്ര പ്രമുഖ നേതാക്കളായിരുന്നില്ല. ഈവൻ കുമാരി ഷെൽജ പോലും ഒരു വിമതയായിരുന്നു. തെരഞ്ഞെടുപ്പിന് 2 ആഴ്ച മുമ്പ് വരെ അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ചൊക്കെയാണ് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ അല്പം മുമ്പ് സ്മൃതി പറഞ്ഞത് അവരെ ഉപമുഖ്യമന്ത്രിയാക്കും എന്നുള്ള വാഗ്ദാനമാണ് നൽകിയിരിക്കുന്നത് എന്നൊക്കെയാണ്. അപ്പോൾ ഈ റിബൽ പ്രശ്നം എന്ന് പറയുന്നത് 2 ക്യാമ്പുകളെയും അലട്ടിയിരുന്നു. അത് കൂടുതലായും അലട്ടിയത് BJP ആണ്. കാരണം അവരുടെ പുറത്തേക്ക് പോയ നേതാക്കളെല്ലാം ഏറ്റവും പ്രമുഖരായ നേതാക്കളാണ്. അവർ ഒന്നുകിൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുന്നു, അല്ല എങ്കിൽ അവർ സ്വതന്ത്രരായി മത്സരിക്കുന്നു. ഇത് രണ്ടും ഡാമേജ് ചെയ്യുന്നത് BJP ആണ്, BJPയുടെ സാധ്യതയാണ്. അപ്പോൾ നോക്കൂ, ഈ റിബലുകളുടെ ഒരു സാന്നിധ്യം എങ്ങനെയായിരിക്കും വർക്ക് ചെയ്തത്? അതൊരു വലിയ വിനയായി മാറിയിട്ടുണ്ടോ BJPയെ സംബന്ധിച്ചിടത്തോളം? ഇക്കുറി BJPക്ക് ആ പ്രശ്നം പരിഹരിക്കാനേ കഴിഞ്ഞില്ല. പുതുതായി പലരെയും അടർത്തിക്കൊണ്ടുവന്ന് പാർട്ടി ക്യാമ്പിനെ ശക്തിപ്പെടുത്തുന്ന ഒരു രീതിയുണ്ട് BJPക്ക്. അത് ഹരിയാനയിൽ പരീക്ഷിക്കാൻ ഇക്കുറി കഴിഞ്ഞില്ല. അത് കുറച്ചുകൂടി ഭേദപ്പെട്ട രീതിയിൽ പരീക്ഷിച്ചത് കോൺഗ്രസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഈ സീറ്റ് വിഭജന ചർച്ചകളിൽ വലിയ പൊട്ടിത്തെറിയാണ് ഹരിയാനയിൽ BJPയിൽ ഉണ്ടായിരുന്നത്. നേരത്തെ ഉണ്ണിബാലകൃഷ്ണൻ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ജാട്ടുകൾക്ക് സീറ്റ് കൊടുത്തതിൽ കുറഞ്ഞുപോയി. OBC വിഭാഗത്തിനും സീറ്റ് നൽകിയതിൽ ഇത്തവണ BJP കുറവ് കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തിൽ നിന്നും 5 സീറ്റുകൾ കുറവാണ് ഇത്തവണ നൽകിയത്. അപ്പോൾ ഇതൊക്കെ തന്നെ BJPക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. റിബൽ സാന്നിധ്യം കൂട്ടിയിട്ടുണ്ട്. ഇതൊക്കെ BJPയെ വലിയ തോതിൽ ബാധിക്കും. അതേസമയം കോൺഗ്രസിനെ അത് അധികം ബാധിക്കും എന്ന് കരുതുന്നില്ല. കാരണം കോൺഗ്രസ് ഈ വിഷയം വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഈ റിബലുകൾ ഇത്തവണ ഈ BJPക്കെതിരെയുള്ള ഒരു ജനവികാരം ശക്തമായി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ റിബലുകളുടെ ഒരു സ്വാധീനം തീർച്ചയായും കോൺഗ്രസിനെ ബാധിക്കാൻ സാധ്യതയില്ല. അതേസമയം അത് BJPയെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഭൂപേന്ദ്ര സിംഗ് ഹൂഡ എന്ന ഒരു നേതാവിന്റെ വ്യക്തിപ്രഭാവം ഇത്തവണ വലിയ തോതിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ കോൺഗ്രസിന് അനുകൂലമായിട്ടുണ്ട്. ഒപ്പം രാഹുൽ ഗാന്ധിയുടെ വ്യക്തിപ്രഭാവം ഇത്തവണ വലിയ തോതിൽ കോൺഗ്രസിന് അനുകൂലമായി. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഹരിയാനയുടെ രാഷ്ട്രീയ ഭാവി കഴിഞ്ഞൊരു 10-30 വർഷം എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബം എന്ന് പറയുന്നത് ദേവിലാലിന്റെ കുടുംബമാണ്, അല്ലെ? ലോക്ദൾ എന്ന് പറയുന്ന പാർട്ടി, ഇന്ത്യൻ നാഷണൽ ലോക്ദൾ എന്ന് പറയുന്ന പാർട്ടി. ദേവിലാൽ എന്ന് പറയുന്ന നേതാവ് അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം താവു എന്നാണ് അയാൾ അറിയപ്പെടുന്നത് തന്നെ. എല്ലാ വീടുകളിൽ പോയാലും, ഇനിയിപ്പോൾ BJPക്കാരുടെ വീട്ടിൽ പോയാലും കോൺഗ്രസ്സുകാരുടെ വീട്ടിൽ പോയാലും താവൂൻ്റെ ഒരു ചിത്രമുണ്ടാകും എന്നുള്ളതാണ് ഹരിയാനയുടെ ഒരു സവിശേഷ രാഷ്ട്രീയം. അപ്പോൾ ഈ ദേവിലാൽമാർ, അവർ പിന്നെ ആ ലാൽ കുടുംബം എന്ന് പറഞ്ഞാൽ പിന്നെ ഓം പ്രകാശ് ചൗട്ടാല, അഭയ് സിംഗ് ചൗട്ടാല, അജയ് ചൗട്ടാല എന്നൊക്കെ പറഞ്ഞ ആ കുടുംബം പല പാർട്ടികളായിട്ടും പല കഷ്ണങ്ങളായിട്ടും ഒക്കെ വിഭജിച്ചു പോയെങ്കിലും ഈ ദേവിലാൽ തുടർന്നു വന്ന ആ ഒരു രാഷ്ട്രീയമുണ്ടല്ലോ, ആ രാഷ്ട്രീയത്തിൻ്റെ ഒരു സ്ഥിതി എന്താണ് ഇപ്പോൾ ഹരിയാനയിൽ? അതൊരു മണ്ണിൻ മക്കൾ രാഷ്ട്രീയമായിരുന്നു. ആ ചെറിയ സംസ്ഥാനത്ത് നിന്ന് ഇന്ത്യയുടെ ഉപപ്രധാനമന്ത്രിയായ ആളാണ് ദേവിലാൽ. അപ്പോൾ ആ ഒരു ഒരു ഡൈനാസ്റ്റി പൊളിറ്റിക്സ് ഏറെക്കുറെ ഹരിയാനയിൽ അപ്രത്യക്ഷമായി എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? തീർച്ചയായും ആ നിലയിൽ തന്നെയാണ് ഏതാണ്ട് ഇത്തവണ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ സാഹചര്യങ്ങൾ. കഴിഞ്ഞ തവണ തന്നെ വളരെ കുറച്ച് സീറ്റുകൾ മാത്രമാണ് JJP എങ്കിൽ പോലും ഒരു നിർണായക ശക്തി ഈ JJP അല്ല, INLDക്ക് ഒരു സീറ്റേ ഉള്ളൂ കഴിഞ്ഞ തവണ. 2019 INLD. അപ്പോൾ ഇത് ഈ INLD ആയാലും JJP ആയാലും ഈ ഒരു പിന്തുടർച്ചയിൽ വരുന്ന പാർട്ടികൾ തന്നെയാണ്. അജയ് സിംഗ് ചൗട്ടാലയുടെ മകനാണ് ദുഷ്യന്ത് ചൗട്ടാല. അഭയ് സിംഗ് ചൗട്ടാലയാണ് INLDക്ക് നേതൃത്വം വഹിക്കുന്നത്. ഓം പ്രകാശ് ചൗട്ടാല ആണ് നേരത്തെ ഇവരുടെ മുത്തച്ഛൻ, ദുഷ്യന്ത് ചൗട്ടാലയുടെ മുത്തച്ഛൻ ഓം പ്രകാശ് ചൗട്ടാലയാണ് നേരത്തെ പാർട്ടിയുടെ നേതാവായി തുടർന്നത്. ഏതായാലും ഈ ഒരു നിരയിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് അഴിമതി കേസുകളുമൊക്കെ തന്നെ, അധ്യാപക നിയമന കേസിലൊക്കെ തന്നെ വലിയ പ്രതിയാവുകയും ഓം പ്രകാശ് ചൗട്ടാല ദീർഘകാലം ജയിലിൽ കിടക്കുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ഏതായാലും ആ ഒരു ശക്തി കേന്ദ്രം ആ INLD ആയാലും പിന്നീട് അതിൽ നിന്ന് മാറിപ്പോയ JJP ആയാലും ഒക്കെ തന്നെ ആ പാർട്ടികളുടെ ഒരു സ്വാധീനം ഹരിയാനയിൽ കുറഞ്ഞു വരുന്നു എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. എനിക്ക് തോന്നുന്നു ഇനി നമുക്ക് കൗണ്ടിംഗ് കേന്ദ്രത്തിലേക്ക് പോകാം.